ഹലോ ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്, അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. മാരത്തൺ MCQ. ഓക്കെ, കേരള ഫാക്ട്സ് അല്ലെങ്കിൽ കേരളത്തിലെ അടിസ്ഥാന വസ്തുതകൾ എന്ന ടോപ്പിക്കിൽ നിന്ന് ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള 25 ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു മാരത്തോൺ MCQ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം ഒട്ടും കളയാനില്ല, വേഗം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. കാരണം ഒറ്റ വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 25 ക്വസ്റ്റ്യൻസ് ആണ്. 25 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്: കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ 6, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 7. കേരളത്തിൽ എത്ര ദേശീയോദ്യാനങ്ങളുണ്ട്? എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. അതൊരു പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ കേരളത്തിലെ അടിസ്ഥാന വസ്തുതകൾ എന്നൊരു ടോപ്പിക്കിൽ എപ്പോഴും ചോദിക്കാറുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം എന്നുള്ളത്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ 6. എത്ര ദേശീയോദ്യാനങ്ങളുള്ളത്? 6 ദേശീയോദ്യാനങ്ങളാണ് കേരളത്തിലുള്ളത്. നമ്മൾ പറഞ്ഞു കേരളത്തിലെ 6 ദേശീയോദ്യാനങ്ങളുള്ളത് പറഞ്ഞു. ഏതൊക്കെയാണ്? ഇരവികുളം നാഷണൽ പാർക്ക്, പെരിയാർ നാഷണൽ പാർക്ക്, സൈലന്റ് വാലി നാഷണൽ പാർക്ക്, മതികെട്ടാൻ ഷോല നാഷണൽ പാർക്ക്, ഇടുക്കിയിലെ ആനമുടി ഷോല നാഷണൽ പാർക്ക്, അതുപോലെ തന്നെ പാമ്പാടും ഷോല എന്നും പറയാറുണ്ട്. പക്ഷേ ഒന്ന് ഗൂഗിൾ ചെയ്ത് നിങ്ങൾക്ക് കാണാം പാമ്പാടും ഷോല നാഷണൽ പാർക്ക് എന്നാണ്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ 6 ദേശീയോദ്യാനങ്ങളുള്ളത് ഏതൊക്കെയാണ്? ഇരവികുളം, പെരിയാർ, സൈലന്റ് വാലി, മതികെട്ടാൻ ഷോല, ഇടുക്കിയിലെ ആനമുടി ഷോല, പാമ്പാടും ഷോല. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം: പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? 2012 കൊടുത്തിട്ടുണ്ട്, 14 കൊടുത്തിട്ടുണ്ട്, 2010, 2011. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏതാണ്? 2012 ആണ്. മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്കറിയാം ഈ മാരത്തോൺ MCQയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 25 ചോദ്യങ്ങളാണ് നമ്മൾ ഈ മാരത്തോൺ MCQയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ആയാലും കേരളത്തിൽ എത്ര ദേശീയോദ്യാനങ്ങളുണ്ട് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏതാണ്? 2012 ആണ്. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം: കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം എത്രയാണ്? കുറെ എണ്ണങ്ങൾ ചോദിക്കുന്നുണ്ട് അല്ലേ? ദേശീയോദ്യാനങ്ങളുടെ എണ്ണം ചോദിച്ചു, ഇനി വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണമാണ്. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ 18, ഓപ്ഷൻ ബി 16, ഓപ്ഷൻ സി 22, ഓപ്ഷൻ ഡി 10. ഏതാണ് റൈറ്റ് ആൻസർ? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ 18 ആണ്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം എത്രയാണ്? 18. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം. ചോദ്യം കാണുമ്പോൾ തന്നെ സമാധാനം തോന്നുന്നൊരു ചോദ്യം അല്ലെ? നെഗറ്റീവ് അടിക്കാത്തൊരു ചോദ്യം, എല്ലാ കുട്ടികൾക്കും അറിയുന്നൊരു ചോദ്യം. അറബിക്കടലിന്റെ റാണി. ഓപ്ഷൻസ് ഒന്നും വേണ്ട ആവശ്യമില്ല, എന്നാലും നമ്മുടെ ഓപ്ഷൻസ് നോക്കാം നമുക്ക്. കൊച്ചി, ആലപ്പുഴ, തിരുവനന്തപുരം, കോട്ടയം. ഏതാണ്? ഈ ആൻസർ നമുക്ക് എന്തായാലും അറിയാം. ഒരു PSCയുടെ ഒരു പാറ്റേൺ അതാണ്. എന്തായാലും അറിയുന്ന ഒരു 10 ക്വസ്റ്റ്യൻസ് എങ്കിലും എന്തായാലും ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ അറബിക്കടലിന്റെ റാണി ഏതാണ്? കൊച്ചിയാണ്. അഞ്ചാമത്തെ ചോദ്യം, കേരളത്തിന്റെ കടൽ തീരത്തിന്റെ ദൈർഘ്യം എത്രയാണ്? കേരളത്തിലെ കടൽ തീരത്തിന്റെ ദൈർഘ്യം 580 കിലോമീറ്റർ, 540 കിലോമീറ്റർ, 550 കിലോമീറ്റർ, 570 കിലോമീറ്റർ. കുറച്ച് കൺഫ്യൂസിങ് ആണ്, പക്ഷെ നമുക്ക് ആൻസർ അറിയാം. 580 കിലോമീറ്റർ നമുക്ക് അറിയാം, പക്ഷെ അത് പഠിക്കുക. കേരളത്തിലെ കടൽ തീരത്തിന്റെ ദൈർഘ്യം 580 കിലോമീറ്റർ. അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം: കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള ജില്ല. വീണ്ടും ഒരു സമാധാനമുള്ള ചോദ്യം വന്നു അല്ലെ? അറബിക്കടലിന്റെ റാണിക്ക് ശേഷം വീണ്ടും ഒരു സമാധാനമുള്ള ചോദ്യം. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള ജില്ല ഏതാണ്? ഓപ്ഷൻസ് ഒന്നും ആവശ്യമില്ല, നല്ല നമ്മുടെ PSC ആണ്. ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ കണ്ണൂർ, ഓപ്ഷൻ ബി കാസർഗോഡ്, ഓപ്ഷൻ സി പാലക്കാട്, ഓപ്ഷൻ ഡി മലപ്പുറം. ഏതാണ്? കാസർഗോഡാണ് അല്ലെ? കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള ജില്ല ഏതാണ്? കാസർഗോഡാണ്. അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം: കേരളത്തില് ഉഷ്ണമേഖല മഴക്കാടുകൾ കാണുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? കേരളത്തിലെ ഉഷ്ണമേഖല മഴക്കാടുകൾ കാണുന്ന ജില്ലകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? പാലക്കാട്, ഇടുക്കി, ഓപ്ഷൻ ബി ഇടുക്കി മലപ്പുറം, ഓപ്ഷൻ സി പാലക്കാട് മലപ്പുറം, ഓപ്ഷൻ ഡി മലപ്പുറം കൊച്ചി. അപ്പോൾ ഏതാണ് റൈറ്റ് ആൻസർ? കൊച്ചിയല്ല അല്ലെ? കേരളത്തിലെ ഉഷ്ണമേഖല മഴക്കാടുകൾ കാണുന്ന ജില്ല കൊച്ചിയല്ല എന്നറിയാം നമുക്ക്. അപ്പോൾ ഓപ്ഷൻ ഡി അല്ല എന്നറിയാം. മലപ്പുറവും അല്ല. പിന്നെ ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ പാലക്കാട്, ഇടുക്കി. പാലക്കാട്, ഇടുക്കിയിലാണ് കേരളത്തിലെ ഉഷ്ണമേഖല മഴക്കാടുകൾ കാണുന്ന ജില്ലകൾ, തന്നിരിക്കുന്ന ജില്ലയിൽ കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ്? പാലക്കാട്, ഇടുക്കി.
അടുത്ത ചോദ്യം, എട്ടാമത്തെ ചോദ്യം, കൊച്ചി മെട്രോ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയ വർഷം ഏതാണെന്നാണ് ചോദ്യം. കൊച്ചി മെട്രോ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയ വർഷം. റിപ്പീറ്റ് ആയിട്ട് പറയുന്നത് കേട്ട് പഠിക്കുന്നവർ കുറേയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് റിപ്പീറ്റായി പറയുമോ എന്ന് ചോദിച്ചിട്ടാണ് നമ്മളത് റിപ്പീറ്റായി പറയുന്നത്. ഓക്കെ, അപ്പോൾ കൊച്ചി മെട്രോ കേരളത്തിലെ ജനങ്ങൾക്കായി തുറന്നു നൽകിയ വർഷം ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ 2017, ഓപ്ഷൻ ബി 2020, ഓപ്ഷൻ സി 2021, ഓപ്ഷൻ ഡി 2018 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൊച്ചി മെട്രോ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയ വർഷം റൈറ്റ് ആൻസർ ഈസ് 2017. ഓപ്ഷൻ എ 2017 കൊച്ചി മെട്രോ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയത്. 3 ഘട്ടങ്ങളിലായാണ് കൊച്ചി മെട്രോയുടെ നിർമ്മാണം നടക്കുന്നത്. ആദ്യഘട്ടത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2013 ജൂണിലാണ് ആരംഭിച്ചത്. ആലുവ മുതൽ പാലാരിവട്ടം വരെയുള്ള 11 സ്റ്റേഷനുകളുള്ള 13.4 കിലോമീറ്റർ, അതായത് 8.3 മൈൽ ഭാഗം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2017 ജൂൺ 17 യാത്രക്കാർക്കായി തുറന്നുകൊടുത്തു. ആലുവ മുതൽ തൃപ്പൂണിത്തറ വരെ 25 സ്റ്റേഷനുകളുള്ള 28.125 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ആദ്യഘട്ടം 2024 മാർച്ച് 51.81 ബില്യൺ, അതായത് 620 ദശലക്ഷം $US ചെലവിലാണ് പൂർത്തിയായിരിക്കുന്നത്. JLN സ്റ്റേഡിയം മുതൽ ഇൻഫോ പാർക്ക് കാക്കനാട് വരെയുള്ള രണ്ടാം ഘട്ടം പിങ്ക് ലൈൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് 2028 കമ്മീഷൻ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എത്രയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ 8841 അടി, 8641, 8441, 8941. എല്ലാം ഒന്നിൻ്റെ കണക്കാണ്. പക്ഷെ നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാം 8842 എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ PSCയുടെ ആൻസർ 8841 ആയത് കാരണം നമ്മൾ അതന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം 8841 അടിയാണ്. അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം, കേരളത്തിലെ വനമില്ലാത്ത ജില്ല. ഇതും റിപ്പീറ്റ് ആയി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓപ്ഷൻസ് ഒക്കെ വേറെ വേറെ ക്വസ്റ്റ്യൻസിൽ, അതായത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്തു കഴിഞ്ഞാൽ കാണാം മാറി മാറി കൊടുത്തിട്ടുണ്ടെന്നല്ലാതെ ഈ ചോദ്യം എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ പഠിച്ചാൽ മതി, ഓപ്ഷൻസ് പഠിക്കേണ്ട കാര്യമില്ലല്ലോ. കേരളത്തിലെ വനമില്ലാത്ത ജില്ല ഏതാണ്? ഓപ്ഷൻ എ ആലപ്പുഴ, ഓപ്ഷൻ ബി തിരുവനന്തപുരം, ഓപ്ഷൻ സി പാലക്കാട്, ഓപ്ഷൻ ഡി മലപ്പുറം. ആലപ്പുഴയാണല്ലേ. തിരുവനന്തപുരം, പാലക്കാട്, മലപ്പുറം. വേറെ ഓപ്ഷൻസ് നോക്കിയാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ കാണാം തൃശ്ശൂർ, എറണാകുളം അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേരളത്തിൽ വനമില്ലാത്ത ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. അടുത്ത ചോദ്യം, 11ാമത്തെ ചോദ്യം, അഗസ്ത്യകൂടത്തിന്റെ ഉയരം എത്രയാണ്? അഗസ്ത്യകൂടത്തിന്റെ ഉയരം ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 6132 അടി, ഓപ്ഷൻ ബി 6145 അടി, ഓപ്ഷൻ സി 6155, ഓപ്ഷൻ ഡി 6122. ഏതാണ് റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ 6132 അടിയാണ്. അഗസ്ത്യകൂടത്തിന്റെ ഉയരം എത്രയാണ്? 6132 അടി. അടുത്ത ചോദ്യം, 12ാമത്തെ ചോദ്യം, കേരളത്തിന്റെ ദേശീയ ഉത്സവം. വീണ്ടും അല്ലെ നെഗറ്റീവ് അടിക്കാൻ സാധ്യതയില്ലാത്തൊരു ചോദ്യം വന്നു. കേരളത്തിന്റെ ദേശീയ ഉത്സവം ഏതാണ്? ഓണമാണ് അല്ലേ. ഓപ്ഷൻസ് നോക്കിക്കോ. ഓണം, വിഷു, ഹോളി, ദീപാവലി എന്ന് കൊടുത്തിട്ട് നമുക്കറിയാം ഓണമാണ്. കേരളത്തിന്റെ ദേശീയ ഉത്സവം ഓണമാണ്. കേരളം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്? രൂപീകൃതമായ വർഷം 1956 നവംബർ 1. വിസ്തീർണം എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ അല്ലെ. 38,863, 38863. തലസ്ഥാനം തിരുവനന്തപുരമാണ്. തീരദേശ ദൈർഘ്യം 580 കിലോമീറ്റർ ആണ്. തെക്ക് വടക്ക് ദൈർഘ്യം 560 കിലോമീറ്റർ ആണ്. കേരളം ഇന്ത്യൻ യൂണിയന്റെ എത്ര ശതമാനമാണ്? 1.18%. എത്ര ജില്ലകളാണ്? 14 ജില്ലകളാണ്. 77 താലൂക്കുകളാണ്. 941 ഗ്രാമപഞ്ചായത്തുകളുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തുകൾ എത്രയാണ്? 152 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് ഉള്ളത്. 14 ജില്ലാ പഞ്ചായത്തുകളും 87 മുനിസിപ്പാലിറ്റികളും 6 കോർപ്പറേഷനുകളുമാണ് കേരളത്തിനുള്ളത് അല്ലേ. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്നയാണ്. ഔദ്യോഗിക വൃക്ഷം ഏതാണ്? തെങ്ങാണ്. ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പലാണ്. ഔദ്യോഗിക മൃഗം ഏതാണ്? ആനയാണ്. മത്സ്യം കരിമീനാണ്. പാനീയം കരിക്കും വെള്ളമാണ്. ദേശീയോത്സവം ഏതാണ്? നമ്മൾ പറഞ്ഞു ഓണമാണ് അല്ലെ. ഔദ്യോഗിക ഫലം ചക്കയാണ്. ഔദ്യോഗിക ചിത്രശലഭം ബുദ്ധമയൂരിയാണ്. അപ്പൊ കണിക്കൊന്ന, തെങ്ങ്, മലമുഴക്കി വേഴാമ്പൽ, ആന, കരിമീൻ, കരിക്കിൻ വെള്ളം, ഓണം, ചക്ക,
ബുദ്ധമയൂരി എന്നിവയൊക്കെയാണ് കേരളത്തിന്റെ സിംബൽസ് അല്ലെ. അടുത്ത ചോദ്യം 13ാമത്തെ ചോദ്യം, കേരളത്തില് കടൽ തീരമില്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻസ് ഏതൊക്കെയാണ്? വയനാട്, ഇടുക്കി, പാലക്കാട്, കോട്ടയം, പത്തനംതിട്ട. ഓപ്ഷൻ ബി വയനാട്, ഇടുക്കി, പാലക്കാട്, കോട്ടയം, മലപ്പുറം. ഓപ്ഷൻ സി വയനാട്, ഇടുക്കി, കണ്ണൂർ, കോട്ടയം, മലപ്പുറം. ഓപ്ഷൻ ഡി ഇടുക്കി, കണ്ണൂർ, കോട്ടയം, മലപ്പുറം, പാലക്കാട്. ഏതാണ് റൈറ്റ് ആൻസർ? കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ പഠിച്ചതാണ്, അപ്പോൾ നമുക്ക് തെറ്റില്ല. അത് റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ വയനാട്, ഇടുക്കി, പാലക്കാട്, കോട്ടയം, പത്തനംതിട്ട. അടുത്ത ചോദ്യം 14ാമത്തെ ചോദ്യം, കേരളത്തിലെ നദികളുടെ എണ്ണം നമുക്കറിയാം അല്ലേ, ഓപ്ഷൻസിന്റെ ആവശ്യമൊന്നുമില്ല. കേരളത്തിലെ നദികളുടെ എണ്ണം എത്രയാണ്? 44 അതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ എത്രയാണ്? 41. കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ 3 കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ ആണല്ലേ. ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണ് അല്ലേ. ഏറ്റവും നീളം കുറഞ്ഞ നദിയോ? മഞ്ചേശ്വരം പുഴയാണ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദിയും കൂടിയാണ് ഏത്? മഞ്ചേശ്വരം പുഴ. അപ്പൊ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണെന്ന് പറഞ്ഞു. നീളം കുറഞ്ഞ നദിയും വടക്കേ അറ്റത്തുള്ള നദിയും മഞ്ചേശ്വരം പുഴയാണെന്ന് പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും തെക്കേ, അപ്പോൾ വടക്കേ അറ്റം പറഞ്ഞാൽ നമ്മൾ തെക്കേ അറ്റം പറയണം അല്ലേ. വടക്കേ അറ്റത്ത് ആരാണ്? മഞ്ചേശ്വരം പുഴയാണ്. തെക്കേ അറ്റത്ത് ആരാണ്? നെയ്യാറാണ്. നെയ്യാർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണെന്ന് അറിയാമോ? കാസർഗോഡാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ്? കാസർഗോഡാണ്. എങ്ങനെയാണ് ഈ നദികൾ, പുഴകൾ അങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അതായത് 1974 കേരള സർക്കാരിന്റെ വിജ്ഞാപന പ്രകാരം 15 കിലോമീറ്റർ അധികം നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് നമ്മൾ നദികൾ എന്ന് പറയുന്നത്. 15 കിലോമീറ്ററിലധികം നീളമുള്ളതാണ് നദികൾ. അപ്പൊ 100 കിലോമീറ്റർ അധികം നീളമുള്ള കേരളത്തിലെ നദികളുടെ എണ്ണം എത്രയെന്ന് അറിയാമോ? 11 15 കിലോമീറ്റർ അധികം നീളമുള്ളവയെല്ലാം നദികളാണ്. അപ്പൊ 100 കിലോമീറ്റർ അധികം നീളമുള്ള കേരളത്തിലെ നദികളുടെ എണ്ണം എത്രയാണ്? 11 അല്ലെ. അതിൽ നമ്മൾ ഏറ്റവും നീളം കൂടിയത് പെരിയാറാന്ന് പറഞ്ഞു, ഏറ്റവും നീളം കുറഞ്ഞത് മഞ്ചേശ്വരം പുഴയാണെന്നും നമ്മൾ പറഞ്ഞു. നദികളെ കുറിച്ചൊരു ചോദ്യം വരുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. നദികൾ അറിയപ്പെടുന്ന പേരുകൾ. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാറാണ്. കേരളത്തിന്റെ ജീവരേഖ, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ, നമ്മൾ പറഞ്ഞല്ലോ. അതിന്റെ ജീവരേഖ 244 കിലോമീറ്റർ ആണ് കേട്ടോ നീളം. ഉത്ഭവം ശിവഗിരി മലകളിൽ നിന്നാണ്. പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ് പെരിയാറിന്റെ? മുതിരപ്പുഴയാർ, മുല്ലയാർ, ചെറുതോണിപ്പുഴ, പിന്നെ പെരിഞ്ചാൻ, കുട്ടിയാർ, ഇടമലയാർ എന്നിവയൊക്കെയാണ് പ്രധാന പോഷക നദികൾ. ഇതിന്റെ പെരിയാറിന്റെ. പെരിയാറിന് പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. ഏതൊക്കെ പേരുകളാണ്? കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാറാണ് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ചൂർണി എന്നറിയപ്പെടുന്നുണ്ട്, ചൂർണി. പിന്നെ കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? അല്ലെങ്കിൽ മയ്യഴിപ്പുഴയാണ്. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴയാണ്. നിള എന്ന പേരിൽ അറിയപ്പെടുന്ന ഏതാണ്? ഭാരതപ്പുഴയാണ്. ദക്ഷിണ ഭഗീരഥി പമ്പയാണ്. പേരാറും ഭാരതപ്പുഴ തന്നെയാണ്. അപ്പോൾ ഏതാണ്? ചൂർണി കേരളത്തിലെ ജീവരേഖ. കേരളത്തിന്റെ ജീവരേഖ ഏതാണ്? പെരിയാറാണ് അല്ലെ. പിന്നെ എന്താണ് പറഞ്ഞത്? നിള അല്ലെങ്കിൽ പേരാർ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. ദക്ഷിണ ഭാഗീരഥി അല്ലെങ്കിൽ ബാരിസ് എന്നറിയപ്പെടുന്നത് പമ്പയാണ്. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴയാണ്. അടുത്ത ചോദ്യം 15ാമത്തെ ചോദ്യം. ഇത്ര വേഗം 15ാമത്തെ ചോദ്യം വേഗം ആവുന്നുണ്ടോ? അപ്പൊ കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദ്യം. അത് നമ്മളിപ്പോൾ പറഞ്ഞല്ലേ ഉള്ളൂ. എത്രയാണ്? 3 ഓപ്ഷൻസിന്റെ നമുക്ക് ആവശ്യമില്ല. നമ്മള് ലേണിനോല് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. നമുക്ക് ഓപ്ഷൻസിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മളെല്ലാം അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മളെല്ലാം വളരെ പക്കയായിട്ട് പഠിക്കുന്നവരാണ്. അപ്പൊ കേരളത്തില് കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? 3 കബനി, ഭവാനി, പാമ്പാർ എന്നീ നദികളാണ് കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ. അപ്പൊ ബാക്കി 41 പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. ചിലപ്പോൾ ഇപ്പൊ കിഴക്കോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പടിഞ്ഞാറ് ചോദിക്കാം. അപ്പൊ ഓപ്ഷൻസിൽ 3 ഉണ്ടാവും. അപ്പോൾ ഒഴുകുന്നാന്ന് കേട്ട് ചാടിക്കേറി 3 എഴുതരുത്. അപ്പൊ കേരളത്തിലെ പടിഞ്ഞാറാണോ കിഴക്കാണോ എന്ന് ചോദ്യം വളരെ വ്യക്തമായി നോക്കിയിട്ട് വേണം എഴുതാൻ. കിഴക്കോട്ടാണെങ്കിൽ 3, പടിഞ്ഞാറോട്ടാണെങ്കിൽ 41. കേരളത്തിലെ നദികളുടെ എണ്ണം 44. നമ്മൾ പറഞ്ഞു കേരളത്തില് കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് കബനി, ഭവാനി, പാമ്പാർ എന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും വലിയ നദി, കിഴക്കോട്ട് ഒഴുകുന്നതിൽ ഏറ്റവും വലിയ നദി കബനിയാണ്. ആകെ നീളം 240 കിലോമീറ്റർ ആണ്. അതിൽ 56.6 കിലോമീറ്റർ മാത്രമാണ് കേരളത്തിലൂടെ ഒഴുകുന്നത്. കബനി അറിയപ്പെടുന്ന മറ്റൊരു പേര് കപില എന്നാണ്. ഓക്കെ,
കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഏക നദിയാണ് കബനി. കർണാടകത്തിൽ എവിടെയാണ്? കാവേരിയിലാണ് എത്തപ്പെടുന്നത്. കബനി നദിയുടെ പതന സ്ഥാനം കാവേരിയാണ്. അപ്പൊ കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഏക നദിയാണ് കബനി. കബനിയിലെ ആകെ നീളം 240 കിലോമീറ്റർ ആണ്. അതിൽ വെറും 56.6 കിലോമീറ്റർ മാത്രമാണ് കേരളത്തിലൂടെ ഒഴുകുന്നുള്ളൂ. കേരളത്തില് കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദിയും ഏത് തന്നെയാണ്? കബനി തന്നെയാണ്. ഇനി അടുത്ത് ഭവാനി. ഭവാനിയുടെ ആകെ നീളം 217 കിലോമീറ്റർ ആണ്. കേരളത്തിൽ ഒഴുകുന്നത് 37.5 കിലോമീറ്റർ മാത്രമാണ് കേരളത്തിലൂടെ ഒഴുകുന്നുള്ളൂ. ഭവാനി ഏതിലൂടെയാണ് ഒഴുകുന്നത്? കേരളത്തിലെ ഏത് ജില്ലയിലൂടെയാണ് ഭവാനി ഒഴുകുന്നത്? പാലക്കാട് ജില്ലയിലൂടെയാണ്. ഓക്കെ. ഇനി പാമ്പാർ ആകെ നീളം 31 കിലോമീറ്ററേ ഉള്ളൂ. വളരെ ചെറിയ നദിയാണ് അല്ലെ. പാമ്പാറിന്റെ കേരളത്തിലെ നീളം 25 കിലോമീറ്റർ. 31 കിലോമീറ്ററിൽ 25 കിലോമീറ്ററും കേരളത്തിലൂടെയാണ് ഒഴുകുന്നത്. പതനസ്ഥാനം കാവേരിയാണ്. തമിഴ്നാട്ടിലെ കാവേരിയിലാണ് അത് പതിക്കുന്നത്. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന ഏക നദിയാണ് പാമ്പാർ. കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും ചെറിയ നദിയും ഏതാണ്? പാമ്പാറാണ്. നമുക്കറിയാം അതിന്റെ ആകെ നീളം 31 ആണ്. അതിൽ 25 കിലോമീറ്ററും കേരളത്തിലൂടെ തന്നെയാണ് ഒഴുകുന്നത്. പാമ്പാറിന്റെ വേറൊരു പേരാണ് തലയാർ. തലയാർ എന്നൊരു പേരും കൂടിയുണ്ട്. ഏതിന്? പാമ്പാർ നദിക്ക്. അടുത്ത ചോദ്യം 16-ാമത്തെ ചോദ്യം. കേരളം സാക്ഷരതാ മിഷൻ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ചലച്ചിത്ര താരം ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സുരാജ് വെഞ്ഞാറമൂട്, ഓപ്ഷൻ ബി ഇന്ദ്രൻസ്, ഓപ്ഷൻ സി ജയറാം, ഓപ്ഷൻ ഡി ജയസൂര്യ. ആരാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഇന്ദ്രൻസ് ആണ്. കേരളം സാക്ഷരതാ മിഷൻ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ചലച്ചിത്ര താരം ആരാണ്? ഇന്ദ്രൻസ് ആണ്. അടുത്ത ചോദ്യം 17-ാമത്തെ ചോദ്യം. കേരളം വൺ ഹെൽത്ത് സെന്റർ ഫോർ റിസർച്ച് നിലവിൽ വന്ന മെഡിക്കൽ കോളേജ് ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. കണ്ണൂർ, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം. ദ റൈറ്റ് ആൻസർ ഈസ് കോഴിക്കോട്. കേരളം വൺ ഹെൽത്ത് സെന്റർ ഫോർ നിപ റിസർച്ച് നിലവിൽ വന്ന മെഡിക്കൽ കോളേജ് ഏതാണ്? കോഴിക്കോടാണ്. അടുത്ത ചോദ്യം 18-ാമത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യ ഹിന്ദുസ്ഥാനി സംഗീത അക്കാദമി നിലവിൽ വരുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കോഴിക്കോട്, ഓപ്ഷൻ ബി കണ്ണൂർ, ഓപ്ഷൻ സി പാലക്കാട്, ഓപ്ഷൻ ഡി തൃശ്ശൂർ. അതും കോഴിക്കോട് തന്നെയാണ്. കേരളത്തിലെ ആദ്യ ഹിന്ദുസ്ഥാനി സംഗീത അക്കാദമി നിലവിൽ വരുന്ന ജില്ല ഏതാണ്? കോഴിക്കോട് ജില്ല തന്നെയാണ്. കോഴിക്കോട് ജില്ലയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് അല്ലേ? എന്തായിരുന്നു? കറണ്ട് അഫയേഴ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഓർത്തത്. ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്നൊരു ചാനൽ നമ്മൾ ലേണിലുണ്ട്. അല്ല ഡെയിലി കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പഠിക്കുന്നവർക്ക് അറിയാം കോഴിക്കോട് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യയുടെ യുനെസ്കോയുടെ ഭാഗമായി ഇന്ത്യയുടെ ചരിത്ര നഗരം എന്നൊരു പദവി കൂടി നമ്മുടെ കോഴിക്കോട് ജില്ലയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ ആദ്യ ഹിന്ദുസ്ഥാനി സംഗീത അക്കാദമി നിലവിലുന്ന ജില്ലയും കോഴിക്കോട് തന്നെയാണ്. യുനെസ്കോയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരവും ഏത് തന്നെയാണ്? കോഴിക്കോട് തന്നെയാണ്. അടുത്ത ചോദ്യം 19-ാമത്തെ ചോദ്യം. കേരളത്തിലെ പ്രഥമ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന്റെ വേദി എവിടെയായിരുന്നു? കേരളത്തിലെ പ്രഥമ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന്റെ വേദി. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ തിരുവനന്തപുരം, ഓപ്ഷൻ ബി തൃശ്ശൂർ, ഓപ്ഷൻ സി കണ്ണൂർ, ഓപ്ഷൻ ഡി കോട്ടയം. എവിടെയായിരുന്നു? തിരുവനന്തപുരത്ത് വെച്ചിട്ടായിരുന്നു പ്രഥമ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ നടന്നത്. അടുത്ത ചോദ്യം 20-ാമത്തെ ചോദ്യം. കേരളത്തെ ഏത് രോഗത്തിൽ നിന്ന് മുക്തമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ക്യാമ്പയിനാണ് വിവ? കേരളത്തെ ഏത് രോഗത്തിൽ നിന്ന് മുക്തമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ക്യാമ്പയിനായിരുന്നു വിവ? ഓപ്ഷൻസ് കുഷ്ഠം, അനീമിയ, ഹീമോഹീലിയ, നിപ. ഏതാണ് റൈറ്റ് ആൻസർ? അനീമിയാണ്. കേരളത്തെ ഏത് രോഗത്തിൽ നിന്ന് മുക്തമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു ക്യാമ്പയിനായിരുന്നു വിവ? അനീമിയ രോഗത്തിൽ നിന്ന് മുക്തമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ക്യാമ്പയിനാണ് വിവ. അടുത്ത ചോദ്യം 21-ാമത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരത്തിന്റെ വേദിയായ ചേപ്പാട് ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? അപ്പോൾ നമുക്ക് മനസ്സിലായി കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരത്തിന്റെ വേദി എവിടെയായിരുന്നു? ചേപ്പാടാണെന്ന് മനസ്സിലായി അല്ലെ? ഏത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ലയിലാണോ? തൃശ്ശൂരാണോ? കൊല്ലമാണോ? എറണാകുളമാണോ? ആലപ്പുഴ ജില്ലയിലാണ്. അപ്പൊ ആദ്യ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരം നടന്നത് ചേപ്പാടാണ്. ചേപ്പാട് ഏത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ലയിലാണ്. അടുത്ത ചോദ്യം 22-ാമത്തെ ചോദ്യം. പേപ്പാറ വൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? പേപ്പാറ ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് അല്ലെ? ഓപ്ഷൻസ് ഇടുക്കി, തിരുവനന്തപുരം, പത്തനംതിട്ട, കോഴിക്കോട് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം തിരുവനന്തപുരം ജില്ലയിലാണ്. പേപ്പാറ തന്നെ വൈദ്യുത പദ്ധതിയാണ് ഇപ്രാവശ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതായിരുന്നു? അപ്പോൾ ക്വസ്റ്റ്യൻസ് പല രീതിയിൽ ചോദിക്കാം. ആൻസർ ഒന്നേ ഉള്ളൂ, തിരുവനന്തപുരം. പേപ്പാറ വന്യജീവി സങ്കേതവും തിരുവനന്തപുരം തന്നെയാണ്. വൈദ്യുത പദ്ധതി, ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്.
തിരുവനന്തപുരം ജില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഇന്ത്യയുടെ നിത്യഹരിത നഗരം എന്ന് തിരുവനന്തപുരം ജില്ലയെ വിശേഷിപ്പിച്ചത് ആരാണ്? ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മഹാത്മാഗാന്ധിയാണ്. ഇന്ത്യയുടെ നിത്യഹരിത നഗരമാണ് തിരുവനന്തപുരം എന്ന് തിരുവനന്തപുരത്തെ വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. പ്രതിമകളുടെ നഗരമാണ് തിരുവനന്തപുരം. അപ്പോൾ പേപ്പാറ വന്യജീവി സങ്കേതവും അതുപോലെ തന്നെ ജലവൈദ്യുത പദ്ധതിയും എവിടെ തന്നെയാണ്? തിരുവനന്തപുരത്ത് തന്നെയാണ്. നമ്മൾ പറഞ്ഞു തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പ്രതിമകൾ ഉള്ള ജില്ല അല്ലെ, പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്ന തിരുവനന്തപുരം ജില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളുണ്ട്, ഏറ്റവും കൂടുതൽ എഞ്ചിനീയറിംഗ് കോളേജ്, ഏറ്റവും കൂടുതൽ കുടുംബശ്രീ യൂണിറ്റുകളുള്ള ജില്ലയും തിരുവനന്തപുരം തന്നെയാണ്. എന്നാൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരമാണ്. ഭൂമധ്യരേഖയ്ക്ക് ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ തലസ്ഥാന നഗരം, എങ്ങനെ വേണം ചോദ്യം വരാം. ഭൂമധ്യരേഖയ്ക്ക് ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ തലസ്ഥാന നഗരം അത് തിരുവനന്തപുരമാണ്. കേരളത്തിൽ ആദ്യമായി പുകയില പരസ്യങ്ങൾ നിരോധിച്ച ജില്ല തിരുവനന്തപുരമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിവാഹമോചന കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ജില്ലയും ഏത് തന്നെയാണ്? തിരുവനന്തപുരം തന്നെയാണ്. കേരള സർക്കാർ ഓപ്പറേഷൻ ആനന്ദ ആരംഭിച്ച ജില്ലയും ഏത് തന്നെയാണ്? തിരുവനന്തപുരം തന്നെയാണ്. കേരളത്തിൽ ആദ്യമായി ജനമൈത്രി സുരക്ഷാ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ജില്ല തിരുവനന്തപുരമാണ്. ആദ്യ ജനറ്റിക് ഡിസീസ് ഐഡന്റിഫിക്കേഷൻ സെന്റർ ആരംഭിച്ചതും തിരുവനന്തപുരത്ത് തന്നെയാണ്. അടുത്ത ചോദ്യം 23ാമത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ ഹരിത ഗ്രാമം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ തുരുത്തിക്കര, ഓപ്ഷൻ ബി പിറവം, ഓപ്ഷൻ സി വെൺമണി, ഓപ്ഷൻ ഡി വെള്ളനാട്. കേരളത്തിലെ ആദ്യത്തെ ഹരിത ഗ്രാമം ഏതാണെന്നാണ് ചോദ്യം. തുരുത്തിക്കരയാണ്. കേരളത്തിലെ ആദ്യത്തെ ഹരിത ഗ്രാമം ഏതാണ്? തുരുത്തിക്കര. കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ചാലക്കുടി തൃശ്ശൂർ, ഓപ്ഷൻ ബി മഞ്ചേരി മലപ്പുറം, ഓപ്ഷൻ സി പാളയം തിരുവനന്തപുരം, ഓപ്ഷൻ ഡി വെസ്റ്റ് ഹിൽ കോഴിക്കോട്. പാളയം തിരുവനന്തപുരം ജില്ലയിൽ പാളയത്താണ് കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത്. അടുത്ത ചോദ്യം 25ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യം. 2023 കേരള ബജറ്റ് പ്രഖ്യാപന പ്രകാരം സമഗ്ര കൈത്തറി ഗ്രാമം നിലവിൽ വരുന്ന ജില്ല ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? എറണാകുളം ജില്ലയാണ്. ഓപ്ഷൻസ് കണ്ണൂർ, തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം എന്ന് കൊടുത്തിട്ടുണ്ട്. എറണാകുളം ജില്ലയിലാണ് 2023 കേരള ബജറ്റ് പ്രഖ്യാപന പ്രകാരം സമഗ്ര കൈത്തറി ഗ്രാമം നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള മാരത്തോൺ MCQ ആണ് നമ്മളിപ്പോൾ എടുത്തത് അല്ലേ. 25 ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.